പഹൽഗാം ആക്രമണം നടത്തിയ 5 ഭീകരരിൽ 4 പേരെ തിരിച്ചറിഞ്ഞു. 2 പേർ പാകിസ്ഥാനികളെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഭീകരാക്രമണത്തിൽ പങ്കാളികളായ 2 തീവ്രവാദികളുടെ വീടുകൾ തകർത്ത ഇന്ത്യൻ സൈന്യം. ബന്ദിപ്പോര ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ ത്വയ്ബ കമാൻഡറെ വധിച്ച ഇന്ത്യൻ സൈന്യം. അൽതാഫ് ലല്ലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ആക്രമണം നടത്തിയവരെ പുകഴ്ത്തി പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ നാടിന്റെ അന്ത്യാഞ്ജലി. ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കം ഒട്ടേറെ നേതാക്കളും ജനപ്രതിനിധികളും അന്തിമാദരം അർപ്പിച്ചു. നൂറുകണക്കിന് സാധാരണക്കാരും ആദരമർപ്പിക്കാൻ ചങ്ങമ്പുഴ പാർക്കിലെത്തി. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 6 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കഴിയുന്ന 6 പ്രതികളാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് കോടതി. മാർപ്പാപ്പയുടെ അവസാന നിമിഷങ്ങൾ വിവരിച്ച് ചികിത്സിച്ച ഡോക്ടർ സെർജിയോ ആൽഫിയേരി. പാപ്പ തന്റെ അവസാന നിമിഷങ്ങളിൽ വേദന അറിഞ്ഞില്ലെന്നും പെട്ടെന്നുള്ള മരണമെന്നും ഡോക്ടർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച.